ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച യുവമോർച്ച. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യം. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. യുവമോർച്ച അനന്തൻ, ഇപ്പോൾ യുവമോർച്ച നേരിട്ട് കേന്ദ്രത്തിന് കത്തയക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണമെന്ന്. എന്ത് ഇടപെടലാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ കേന്ദ്രത്തിലേക്ക് തന്നെ നേരിട്ടൊരു ഇടപെടലിനായി മുന്നോട്ട് പോകാനുള്ള കാര്യം എന്താണ്? അക്ഷയ, തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണ് യുവമോർച്ച ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമാണ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷിജിൽ കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ്. അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും കേരള പോലീസിന്റെ അന്വേഷണം അക്കാര്യത്തിൽ തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഇടപെടൽ ഇതിനകത്ത് ആവശ്യമാണ് എന്നാണ് കെ ഷിജിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലാണ് CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടതെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവത്തിൽ പങ്കുണ്ട് എന്ന് കരുതുന്നവർക്ക് നേരെ കർശനമായ നടപടി ഉണ്ടാകുന്നില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ സംഭവത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷിജിലാണ് ഈ പരാതി അയച്ചിരിക്കുന്നത്. ശരി, സംസ്ഥാന പോലീസിൽ വിശ്വാസമില്ല, സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ അതിൽ പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെടണം എന്നുള്ള ആവശ്യമാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.